في خلقه ملك الملوك وحكمه في خلقه. ഇവിടുത്തെ രാജാക്കന്മാര് മനുഷ്യനെ ഭരിക്കുന്നവനാ, പക്ഷെ രാജാവിനെ ഭരിക്കുന്ന രാജാവ് ഞാനാ. സത്താമിനെ ഭരിക്കുന്നത് ഞാനാ, ചുകുബോരെ ഭരിക്കുന്നത് ഞാനാ, മുർസിയെ ഭരിക്കുന്നത് ഞാനാ, സിസിയെ ഭരിക്കുന്നത് ഞാനാ, ബുഷിനെ ഭരിക്കുന്നത് ഞാനാ, മോഡിയെ ഭരിക്കുന്നത് ഞാനാ. ഞാനാണ് മാലിക്കുൽ മുലൂക്ക് വല്ലാഹു വല്ലാഹു വാഹിദുൽ ഖഹാർ. അവനാണ് ഏകാധിപതി, അവനാണ് സർവാധിപതി, അവനാണ് ശ്രേഷ്ഠാധിപതി. ഭൂരിപക്ഷം അവന്റെ മുമ്പിൽ കാര്യമല്ല. അവൻ ഫറോവയുടെ കൊട്ടാരത്തിൽ മൂസ നബിയെ വളർത്തിയവനാ. അവൻ സമൂദിന്റെ ഗോത്രത്തിന്റെ മുമ്പ് ആരാ സഹോദരങ്ങള്? അധികാരം ഭയപ്പെടുത്തുന്നത് എന്തിനാ? സമ്പത്ത് ഭയപ്പെടുത്തുന്നത് എന്തിനാ? അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മരിച്ചതിന് ശേഷമല്ലേ സ്വർഗം കിട്ടൂ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളല്ലേ നമ്രൂദ്. എന്തേ നമ്രൂദവിടെ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ദുനിയാവിൽ വെച്ച് സ്വർഗം തരാമെന്ന് പറഞ്ഞ നമ്രൂദവിടെ? അയിന ഖാറൂൻ, അയിന ഹാമാൻ, അയിന ഫിർഔൻ, അയിന സദ്ദാദ്. ആരാ രാജാവാരാ? ഞാനൊരു രാജാവിനെ കാണാൻ പോയി. നമ്മുടെ ബഹുമാനനായ ഈജിപ്തി സുഹൃത്തിന്റെ ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഒരു രാജാവ് കിടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച രാജാവിനെ കാണാൻ പോയി. ആ രാജാവാരാ? ആ രാജാവിനെ കുറിച്ച് പലയിടത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, കാണാൻ പോയി ഞാൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയപ്പോ രാജാവിനെ കാണണമെങ്കിൽ $20 കൊടുക്കണം. രാജാവിനെ കാണാൻ എത്രയാ? ആ രാജാവിനെ കാണണമെങ്കിൽ $20 കൊടുക്കണം. $20 കൊടുത്തിട്ട് ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ ഞാൻ കയറി ചെന്നു. പോയപ്പോ ഗ്ലാസിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് രാജാവ്. ഞാൻ വിചാരിച്ചത് അവൻ ഒരു 60 അടി കാണുമെന്നാണ്. പക്ഷെ അവൻ 5.5 അടിയിൽ കൂടെയില്ല. അസ്ഥികൂടമായി നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് രാജാവ്. അവൻ ആരെന്നറിയോ? അവനാണ് പറഞ്ഞത്, അനല്ലദീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂ. ഈ നെയ്ലിനെ എടുക്കുന്നത് ഞാനാ, ഈ നെയ്ലിനെ എടുക്കുന്നത് ഞാനാ. എന്നോട് ചോദിച്ചിട്ടാണ് മഴ പെയ്യുന്നതെന്ന് പറഞ്ഞ ഫിറഔൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ടടാ രാജാവ്. മലിക്കുൽ മുലൂകി, മലിക്കുൽ മുലൂകി വഹുകുമുഹു ഫീ ഖൽഖിഹി. അത് രാജാവ്, മനുഷ്യരെ ഭരിച്ച രാജാവാ. രാജാവാരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ആ രാജാവിനെ അനുസരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ഒരാളോട് പറഞ്ഞു, ഉദ്കുറി ഇൻദ റബ്ബിക, എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. എടാ, ഏത് രാജാവിനെ പേടിക്കാൻ ഉണ്ടോ? രാജാവിനെ പേടിക്കണോ? കിടക്കുന്ന രാജാവ് കൈറോ മ്യൂസിയത്തിൽ ഈജിപ്തിലെ ഫീ കൈറോ ഫിറഔൻ നദർതു ഇലാ ഫിറഔൻ മുൻദു ഉസ്ബുഅൈനി ഖബല ഉസ്ബുഅൈനി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് ഇവിടെ ഞാൻ അല്ലാഹു എവിടെ? അയ്ന ഫിറഔൻ, അയ്ന ഹാമാൻ, അയ്ന ഖാറൂൻ, അയ്ന ശദ്ദാർ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെ തകർത്തു കഴിഞ്ഞു അല്ലാഹ്. ആര്? ആ അധികാരം ഒന്നും കണ്ടിട്ട് നമ്മളെ പേടിപ്പിക്കണ്ട. നമ്മൾ ഓലപ്പാമ്പ് കേട്ടാ പേടിക്കുന്നവരല്ല. നമ്മൾ ആരാ? നമ്മൾ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹ്റൈനിലേക്ക് പ്രബോധനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട അലാ ഇബ്നു ഹദർമി റളിയല്ലാഹു അൻഹുവിനെയും സഹാബത്തിനെയും പറഞ്ഞു വിട്ടു. അവര് സമുദ്രത്തിന്റെ മുമ്പിലെത്തി. തോണിയില്ല, കപ്പലില്ല, കടൽ കടക്കാൻ മാർഗങ്ങളില്ല. ആ സമയത്ത് അലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കുതിരയുടെ മുൻകാല് കടലിലോ കിടക്കി നിർത്ത്, കുതിരയുടെ പിൻകാല് വെളിയിലേക്ക് നിർത്ത്. 3000-ഓളം വരുന്ന സഹാബത്ത് കുതിരയുടെ മുൻകാല് ബഹ്റൈൻ കടലിലേക്ക് ഇറക്കി നിർത്ത്. എല്ലാവരും കണ്ണടച്ചോളുക. എല്ലാവരും കണ്ണടച്ചു. ആ സമയത്ത് ആകാശത്തേക്ക് നോക്കിയിട്ട് അവൻ 2 ദിക്ർ ചൊല്ലി. യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീം. 10 ദിക്ർ ചൊല്ലി തീർന്നില്ല. ഞങ്ങൾ കണ്ണു തുറന്നപ്പോ വനഹിനു ഫീ ബഹ്റൈൻ, ഞങ്ങളുടെ കുതിരകൾ ബഹ്റൈനിലെത്തിയിരുന്നു. 10 ദിക്ർ പറഞ്ഞപ്പോ കുതിര കടലിന്റെ മുകളിലൂടെ
പറന്നു. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് അങ്ങനെയൊക്കെ പോകുവോ? എടാ നീ വിശ്വസിച്ചില്ലെന്ന് നോക്കിട്ട് ഇപ്പൊ എന്താ കാര്യം? യുക്തിവാദികൾ രണ്ട് സൈസാ. ഒന്ന് ഇടമറുകിന്റെ യുക്തിവാദി, രണ്ട് മുസ്ലിം യുക്തിവാദി. മുസ്ലിം യുക്തിവാദി അവൻ പറയേ ദിക്ർ ഞാൻ കടല് കിടക്കോ, ഞാൻ വിശ്വസിക്കൂല, ഞാൻ കണ്ടിട്ടില്ല. എടാ നീ കണ്ടിട്ടില്ലെങ്കിൽ എന്താ? നീ കണ്ടിട്ടില്ല എന്ന് ഇസ്ലാം ഇല്ലാതാവോ? അള്ള ഇല്ല എന്ന് പറയുന്ന ആളുകൾ എത്രയുണ്ട്? അതുകൊണ്ട് അള്ള ഇല്ലാതാവോ? അള്ള ഇല്ലാന്ന് എത്ര പേര് പ്രസംഗിച്ചോണ്ട് അള്ള ഇല്ലാതാവോ? എടാ നീ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ദീനില്ലാതാവോ? അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. സമയം ഒത്തിരി ആയി പോയി, ഞാൻ പെട്ടെന്ന് പറയട്ടെ. പെട്ടെന്ന് ഈമാൻ തന്നെ പറഞ്ഞു തീർന്നില്ല. ചായ എന്താ ഇങ്ങോട്ട് നോക്കുന്നു? ഞാൻ പറഞ്ഞ മനസ്സിലാവാനുണ്ടോ? ഈമാനുണ്ടോ മനസ്സിൽ? ഈമാനുണ്ടോ? ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്താതെ അന്ധവിശ്വാസത്തിന്റെ വിരാരാധനയുടെ വിളക്കുമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇബ്രാഹിമി മില്ലത്തിനെ നെഞ്ചോട് പിടിച്ച് മുഹമ്മദി സുന്നത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഹബീബായ മുത്തിന്റെ സേവകനാണെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഒരു ചെറുപ്പക്കാരൻ തന്റെ ആവലാതി ആരോട് പറഞ്ഞു? 12 വർഷം ജയിലിൽ തന്നെ കിടന്നു. ഇനി വേറെ ചെറുപ്പക്കാരന്റെ കഥ പറയാം. രണ്ട് കഥ പറയാന്നല്ലേ പറഞ്ഞേ? രണ്ടാമത്തെ പറയട്ടെ. രണ്ടാമത്തെ ആരാ? രണ്ടാമത്തെ ചെറുപ്പക്കാരൻ ആരാ? ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി പട്ടാളക്കാർ പിന്തുടരുമ്പോ ഒരു നേരത്തെ മണ്ണില്ല, വെണ്ണില്ല, പെണ്ണില്ല, ഒരു നേരത്തെ കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, തലചായ്ക്കാൻ ഒരിടമില്ലാതെ നിരാശയിലോട്ട് പോകല്ല പെങ്ങള്. ഓടുകയാണ് ഈജിപ്തിൽ നിന്ന് ജോർദാനിലേക്ക്. കൊടുങ്കാടിന്റെ നടുവിലൂടെ ഓടുകയാണ്. പുറകിലൂടെ ഊരിപ്പിടിച്ച വാളുമായി ഫറോവ വരുന്നുണ്ട്. അവസാനം ഓടി ചളന്ന ജോർദാന്റെ വനാന്തരത്തിന്റെ ഉള്ളിലെത്തുമ്പോ കോടിക്കതച്ച് തൊണ്ട വരളുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, സഹായിക്കാൻ ആരുമില്ല. ആ സമയത്ത് മറ്റൊരാളോട് പരാതി പറഞ്ഞില്ല. തുമ്മത്തവല്ല فقال رب بما أنزلت إلي من خير فقير. ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് മൂസാ നബി പറഞ്ഞു അത്രേ, അല്ലാഹ് ഞാൻ ഈ കൊടുങ്കാട്ടിൽ തനിച്ചാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല. റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ എന്നെ സഹായിക്കാൻ നീ ഒരു വഴി തരണേ അല്ലാഹ്. അടുത്ത് കിടക്കുന്നവനോട് ആവലാടി പറഞ്ഞില്ല, പടപ്പിനോട് പറഞ്ഞില്ല, ആര് സഹായിക്കാനില്ലാത്തപ്പോ മരത്തണലിൽ ഏകനായി കൊടുങ്കാട്ടിന്റെ നടുവിൽ ദുആ ചെയ്തു ചെറുപ്പക്കാരൻ, റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുആ ചെയ്ത് തീർന്നില്ല. ആരുമില്ലാത്ത കാട്ടിലേക്കല്ലേ ശുഐബ് നബിയുടെ 2 പെൺമക്കള് വെള്ളം കോരാൻ വന്നത്. മൂസാ നബി അവർക്ക് വെള്ളം കോരി കൊടുത്തത് ചരിത്രം പറയാൻ സമയമില്ല, സൂറത്തുൽ ഖസസാണ്. ഇത് ഐതിഹ്യമല്ല, മിത്തല്ല, കഥയല്ല. ആ പെൺമക്കൾക്ക് വെള്ളം കോരി കൊടുത്തു. അവര് വാപ്പയുടെ അടുക്കൽ ചോദിച്ചപ്പോ വാപ്പ ചോദിച്ചു, വെള്ളം കോരി തന്നടാരാ? ഒരു മാന്യനായ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് ഫ്രീ ആയി വെള്ളം കോരി തന്നു. എന്നാൽ ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവാ. ആ പെൺമക്കള് മരത്തന്നിരിക്കുന്ന മൂസയെ വിളിച്ചില്ലേ? മൂസാ നബി ശുഐബ് നബിയുടെ വീട്ടിലെത്തിയില്ലേ? ആരുമില്ലാതെ സ്വന്തം നാടും വീടും വിട്ട് കാടിന്റെ നടുവിൽ വന്ന് ദുആ ചെയ്ത ചെറുപ്പക്കാരന് ആദ്യം വേണ്ടത് ഒരു തുണയാണ്. അല്ലാഹ് കൊടുത്തില്ലേ സാലിഹത്തായ ഒരു ഭാര്യയെ? ആദ്യം കൊടുത്തത് സാലിഹത്തായ ഭാര്യയെ, പിന്നെ 10 വർഷത്തേക്കൊരു ജോലി കൊടുത്തു. അവസാനം തിരിച്ചു പോകുമ്പോ ആദം നബിയുടെ വടി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആരോടും പറഞ്ഞില്ല റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ സബീൽ. അല്ലാഹുവേ ഞാൻ ഒറ്റയ്ക്കാണ്, ഈ കാടിന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്ക്, ആരുമില്ല, എന്നെ സഹായിക്കണേ അല്ലാഹ്. പെൺമക്കൾ വന്നു, വെള്ളം കോരി കൊടുത്തു, വീട്ടിലേക്ക് വിളിപ്പിച്ചു. നാട് വിട്ട് ഓടി വന്ന താങ്ങും തണലുമില്ല. ആദ്യം കൊടുത്തത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറയാൻ ഒരു താങ്ങ് വേണം.
ശുഐബ് നബി സ്വന്തം മകൾ സാഫൂറായ വിവാഹം ചെയ്തു കൊടുത്തു, സാലിഹത്തായ ഭാര്യ. പിന്നെ രണ്ടുപേർക്കും ജീവിക്കാൻ എന്തെങ്കിലും വേണം. 10 വർഷത്തേക്ക് ആടിനെ മേക്കാൻ ജോലിയും കൊടുത്തു. 10 വർഷം കഴിഞ്ഞു, മക്കളായി. തിരിച്ചു പോകാൻ നേരത്ത് ഫിർഔനെ നേരിടാൻ ആദം നബിയുടെ വടിയാണ് ചെങ്കടലിൽ അടിച്ചത്. പോയി. അപ്പൊ ആരോട് പറഞ്ഞു അവലാതി? 2 ചരിത്രം ഖുർആൻ. ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. എൻ്റെ സഹോദരിമാർ, ധാരാളം ആളുകൾ ഇവിടെ നിന്ന് എന്നെ വിളിക്കും, ചോദിക്കും, ഉസ്താദേ കണ്ണൂർ വരാത്തതെന്താ? ഞങ്ങളോട് പിണക്കമാണോ? ഉസ്താദേ ദുആ ചെയ്യാൻ രോഗമാണ്, കടവാണ്, ബാധ്യതയാണ്. എന്നോട് ഒത്തിരി പറഞ്ഞ ആളുകളുണ്ട്. അവസാനം നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ സഹോദരങ്ങളെ, മറക്കരുത്, രാത്രിയിൽ അടുത്ത് കിടക്കുന്നവനോട് പറഞ്ഞ വാക്ക്. രാത്രിയിൽ ഇരിക്കുവനോട് വന്നത് മുതലായി എന്ന് തോന്നണില്ലേ? മഴ കൊണ്ടത് മുതലായില്ലേ? ആ പറയുന്ന വാക്ക് ആരോട് പറയണം? എപ്പ പറയണം? രാത്രി. എപ്പ പറയണം? എപ്പ പറയണം? രാത്രി. രണ്ടാമത്തെ കൂടെ മനുഷ്യരൊന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കും. എപ്പ പറയണം? രാത്രിയിൽ വേണം പറയാൻ. KL 59H 1851 മഹീന്ദ്ര ജീപ്പ്. KL 59 KL 59H 1851 മഹീന്ദ്ര ജീപ്പ്. KL 60B 3894 മാരുതി. ഈ 2 വാഹനം മാറ്റി കൊടുക്കണം. ഒരു വീട്ടിൽ അപകടം നടന്ന് അങ്ങോട്ട് പോകാനുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം ഇവിടെ എപ്പോ ദുആ ചെയ്യണം? എപ്പോ ദുആ ചെയ്യണം? പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടാവോ? എപ്പോ ദുആ ചെയ്യണം? രാത്രി. പകലിലെ ഇബാദത്തിൽ അള്ളാഹുവായിട്ട് എടുക്കാൻ പറ്റൂല. പകലിലെ ഇബാദത്തിൽ അള്ളാഹുവായിട്ട് എടുക്കാൻ കാരണം തിരക്ക. നിസ്കരിക്കാൻ കയറുമ്പോൾ വണ്ടി ഓണടിക്കും. പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ കൈ കിട്ടുമ്പോൾ അപ്പോൾ പാല് തിളച്ചു പോവുമോ, കുട്ടി വരുവോ, വണ്ടി ഇടിക്കുവോ, പടത്തോനെ ഭർത്താവ് വിളിക്കുവോ, ആകെ അങ്കലാപ്പ. പകലിലെ ഇബാദത്ത് പറ്റൂല. പിന്നെപ്പോ അള്ളാഹ് പറയാണ്, പകലിൽ നിനക്ക് തിരക്കാണ്. രാത്രി പടച്ചറപ്പിനോട് പറയുക. കാരണം രാത്രിയിൽ 2 പേർക്ക് ഉറക്കമില്ല. ഒന്ന് നിനക്കുറക്കമില്ല. 2 എന്റെ റബ്ബിനുറക്കമില്ല. 2 പേർക്ക് ഉറക്കമില്ല. ഒന്ന് ദുആ ചെയ്യുന്ന നിനക്ക്, മറ്റൊന്ന് അല്ലാഹ്. ആ സമയത്ത് ചോദിക്കണം. എന്നാ പഠിച്ചോളി. എന്നാ പഠിച്ചോളി. 5 രാത്രി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 5 ലയാലിൻ 5 രാത്രികൾ ലാ യുറദ്ദു ഫീഹി ദുആഉൻ. ആ 5 രാത്രിയിൽ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കാതെ തട്ടപ്പെടുകയില്ലെന്ന്. അത് തട്ടപ്പെടുകയില്ല, അത് സ്വീകരിക്കുമെന്ന് ഇതേവരെ കള്ളം പറയാത്ത മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. 5 രാത്രി. ആ രാത്രിയിൽ ദുആ ചെയ്താൽ സ്വീകരിക്കും, ഉറപ്പാ. പറഞ്ഞു തരട്ടെ. ഒന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്. ഒന്ന് റജബിന്റെ ആദ്യത്തെ രാത്രി. കഴിഞ്ഞുപോയി റജബിന്റെ. നിങ്ങൾ ഉറങ്ങ്, ഞാൻ നിർത്തിയേക്കാം. ശരി, നിങ്ങൾ ഉറങ്ങ്. ഒന്ന് റജബിന്റെ ആദ്യ രാത്രി. 2 വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവ്. വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവ്. 2 കഴിഞ്ഞു. ഇനി റമളാൻ. പറഞ്ഞു തരട്ടെ. 2 രാത്രി. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി പറയട്ടെ. ഏതാണ്? വലൈലത്തു ഈദുൽ ഫിത്രി. ഈദുൽ ഫിത്റിന്റെ തലേ ദിവസം രാത്രി. നാളെ പെരുന്നാള്. നാളെ ഇന്നത്തെ രാത്രി നമ്മൾ കോഴിക്കടയ്ക്ക് ചുറ്റും കറങ്ങണ രാത്രി. നാളെ പെരുന്നാള്. ഇന്ന് ലൈലത്തു ഈദുൽ ഫിത്ർ. നാളെ പെരുന്നാൾ. ഇന്ന് നമ്മളവിടെ ജോലി. കോഴിക്കടയുടെ മുമ്പിലും ഇറച്ചിക്കടയുടെ മുമ്പിലും നമ്മളിങ്ങനെ ദൗറ് പൂർത്തിയാക്കുന്ന സമയം. ആ സമയത്ത് ദുആ ചെയ്യുക. അല്ലെങ്കിൽ ചെറുപ്പക്കാര് പിള്ളേര് പെരുന്നാളിനിടാനുള്ള എല്ലാ ഡ്രസ്സും എടുത്തിട്ടുണ്ടാവും. അത്യാവശ്യം നാളെ ഇടേണ്ട ചില സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അത് മേടിക്കാൻ പോണ രാത്രി. ഈദുൽ ഫിത്ർ. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത യൗമുൽ ജായിസ, പ്രതിഫലം കൊടുക്കുന്ന ദിവസം എന്നാണ് രാത്രിയുടെ പേര് തന്നെ. 30 ദിവസം നോമ്പ് പിടിച്ചിട്ട് അള്ളാഹ് അന്ന് പ്രതിഫലം തരിക. അന്ന് നമ്മൾ കോഴിക്കടയുടെ ഫ്രണ്ടിൽ പോയിരിക്കും.
സഹോദരിമാര് കാര്യമായി ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമളാന്റെ രാത്രി ഒഴിവാക്കിയിട്ടാ പറയുക. 4 ലൈലത്തുൽ ഈദിൽ അദ്ഹ വലിയ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി. 5 വകുല്ലു ലൈലത്തിൻ മിൻ യൗമിൽ ജുമുഅ എല്ലാ ജുമുഅ രാവ്, വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാത്രി കാര്യമായി ദുആ ചെയ്യ്. അന്നത്തെ ദിവസം ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. നമുക്ക് ദുആ ചെയ്യാനും പറ്റൂല, നമുക്ക് ദിക്ർ ചെയ്യാനും പറ്റൂല. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും കുറുക്ക് വഴി അപ്പുറേതെങ്കിലും ചിന്നുമ്മ ഉണ്ടെങ്കിൽ ആ ചിന്നുമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് സലാമത്താക്കിയിട്ട് വരണം. പിന്നെ ഏതെങ്കിലും കുറെ ആളുകളുണ്ട്, ഔലിയാക്കൾക്ക് ഒരു കുറവില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആരുടെ അടുക്കലും പോകില്ല. യഥാർത്ഥത്തിൽ ആരുടെ അടുക്കലും ഞാൻ എടുത്ത സമയത്ത് പെരിന്തൽമണ്ണ വാതു പറയുമ്പോൾ വയനാടുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു, ഉസ്താദേ ഗൾഫിൽ വലിയ കഷ്ടപ്പാടായിട്ട് ഇവിടെ വന്നിട്ടൊരു ഔലിയാനെ കണ്ടു. അതേ ഒരു പേപ്പറിൽ കുറെ ശേഷക്രിയകളൊക്കെ എഴുതി തന്നു. അത് വായിച്ചപ്പോൾ ചെയ്യാവില്ല എന്നൊരു പേടി. ഞാൻ പേപ്പർ തരാൻ പറഞ്ഞു. പേപ്പർ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കണം ഒന്നാമത്തെ സാധനം ഒരു ഹോമം നടത്തണം അത്രേ. ഒന്നാമത്തെ സാധനം 40 കന്യകമാരുടെ നഖത്തിന്റെ അടിയിലെ മണ്ണ്. 40 കന്യകമാരുടെ നഖത്തിന്റെ അടിയിലെ മണ്ണ്. അതുണ്ടാക്കണമെങ്കിൽ ഇവൻ ഇനി വേറെ ഏതൊക്കെ ജോലി ചെയ്യണം? ഞാനിത് ആരാ എഴുതിയതെന്ന് നോക്കിയപ്പോ അതിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിയിട്ട് നേരത്തെ വലിയുള്ളാഹി. അദ്ദേഹം തന്നെ വലിയായി. അദ്ദേഹം തന്നെ വലിയ. നമ്മളിപ്പോ നമുക്കെന്താ അത്യാവശ്യം കുറെ കുറുക്ക് വഴിയിൽ എവിടെയെങ്കിലും ആ നല്ലതിന്റെ അടുത്ത് നമ്മൾ പോവില്ല. നമുക്ക് ഈ പോക്കെന്താ? നമുക്ക് എവിടെയെങ്കിലും കൊടി കെട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറെ കള്ളത്തരീക്കത്തിന്റെ ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആലുവയിലൊരു സാധനം ഉണ്ട്, അവിടെ 2 സാധനം കിട്ടും. ഒന്നൊരു പുകയിൻ്റെ അകത്ത് അടുപ്പും, ഒന്നൊരു അസുരില്ലാത്ത തരീക്കത്ത്. ഇങ്ങനെ കുറെ തരീക്കത്തുകൾ. അയാൾ പറഞ്ഞ വാക്കവി അധികാരം കൂടുതൽ പോകില്ല എന്ന്. പോയിട്ടിട്ടിരിക്കുക. അങ്ങനെയാണോ പിന്നെ ലോകത്തുള്ള എല്ലാവരും പോകണ്ടേ? കുറെ കറാമത്തുകള് പണ്ടി കൊണ്ടോട്ടി ഭാഗത്തോ എവിടെ ഈ ഭാഗത്ത് എവിടെയാണെന്ന് എനിക്കറിയില്ല. കണ്ണൂർ ഭാഗത്ത് എവിടെയോ വെള്ളത്തിൽ ഊതുന്ന ഒരു ഔലിയ ഉണ്ടായിരുന്നു. അദ്ദേഹം വെള്ളത്തിൽ ഊതിയ സർവ്വരോഗവും ശിവയാകും അത്രേ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കന്നാസും ചാറുമായിട്ട് ആളുകൾ ടൂറിസ്റ്റ് ബസ്സിലാവുന്നു. ആ പരിസരത്തുള്ള ജൂവലറി കടക്കാരൊക്കെ ജൂവലറി എടുത്തിട്ട് കന്നാസ് കച്ചവടം തുടങ്ങി. ഔലിയ ഊതിയ വെള്ളം കുടിച്ച സർവ്വതും മാറും. ആളുകൾക്ക് തിരക്ക് കൂടിയപ്പോ പിന്നെ ഔലിയ വെള്ളം തികയാത്തോണ്ട് കിണറ്റി ഊതി കോരിക്കൊണ്ട് പോവാൻ. അങ്ങനെ ആളുകൾ ജാറുമായിട്ട് കോരിക്കൊണ്ടുപോയി. അവസാനം സന്തോഷ് മാധവന്റെ കേസ് വന്നിട്ട് റെയ്ഡ് നടത്തി ഔലിയാനെ പിടിച്ചപ്പോഴാണ് ആളുകൾ മനസ്സിലായത് ഷെയ്ഖുനാന്റെ ഇത് വെട്ടിയിട്ടില്ല. റെയ്ഡ് വന്ന് ഷെയ്ഖുനാനെ പിടിച്ചപ്പോഴാ ആളുകൾക്ക് മനസ്സിലായത് ഷെയ്ഖുനാന്റെ ഇത് വെട്ടിയിട്ടില്ല, ഇത് മുറിച്ചിട്ടില്ല, സുന്നത്ത് തന്നെ നടത്തിയിട്ടില്ല. 1000 ആളുകൾ എന്നാ നമ്മൾ പോകേണ്ടടുത്ത് പോവോ? കൈതൊട്ടാല് പറക്കത്തില്ലേ? മലപ്പുറം ജില്ലയിലെ കൂട്ടായി കടപ്പുറത്ത് ചാകരയില്ലാതെ ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിശന്ന് പറഞ്ഞപ്പോ ചാകര കിട്ടാൻ പാണക്കാട് തറവാട്ടിലെത്തി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് മലപ്പുറം ജില്ലയില് കൂട്ടായി കടപ്പുറത്ത് ചെന്നിട്ട് ഒരുരുള ചോറ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കൂട്ടായി കടപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ മനുഷ്യന്റെ കൈതൊട്ട ഉരുളച്ചോറ് കടലിലെ മീനുകൾ വന്ന് വട്ടം കൂടി നിന്നു. പിന്നെ ഇതേവരെ കൂട്ടായി കടപ്പുറത്ത് ചാകരയില്ലാതിരുന്നിട്ടില്ല. ആ മനുഷ്യനാണ് അതിമനോഹരമായി ജീവിക്കുകയും അതിമനോഹരമായി മരിക്കുകയും അതിനേക്കാൾ മനോഹരമായി മരിച്ചു മണ്ണിന്റെ അടിയിൽ മലന്ന് കിടക്കുമ്പോഴും മാനവ മനസ്സുകളിൽ മായാതെ മറയാതെ പോലെ മായാതെ മാനവ മനസ്സുകളിൽ മരിച്ചു മണ്ണിന്റെ അടിയിൽ മലന്ന് കിടക്കുമ്പോഴും മാനവ മനസ്സുകളിൽ മായാതെ മറയാതെ മൺചരാതെ പോലെ മഹാനായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പോവില്ല. എന്ത് ഇത്രയും താടിയില്ല. ആ കൈതൊട്ട സ്ഥലത്തേക്കാണ് കടലിന്റെ അടിയിലെ മീനുകൾ വട്ടം കൂടി നിന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇതാ മരിക്കുന്നത് വരെ മഗ്‌രിബ് മുതൽ ഇശാ നമസ്കാരത്തിന്റെ ഇടയിൽ ദുനിയാവിന്റെ ഒരു വർത്തമാനം പറഞ്ഞിട്ടേ ഇല്ല. 10-70 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിലെ കറാഹത്തിന്റെ ഒരു ദുനിയാവിന്റെ വർത്താനം പോലും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ. ഇതാണ് മഹാന്മാർ. നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്കിവിടെ ബിസിനസിന്റെ കഥയാ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ദുനിയാവിന്റെ വർത്തമാനം പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഹബീബായ മുത്തിന്റെ അടുക്കൽ വന്ന് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വീട്ടിലെ ദാരിദ്ര്യമാണ് നബിയെ, എന്ത് ചെയ്തിട്ടും പ്രയാസം മാറുന്നില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താ നബിയെ. ഹബീബായ മുത്ത് പറഞ്ഞു, ഇനി അടുപ്പിലോട്ട് പോകുമ്പോ നിന്റെ ദാരിദ്ര്യം മാറണോ, നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക. എന്നിട്ട് നീ ഉടുത്തിരിക്കുന്ന വസ്ത്രമൂരി തൂക്കുന്നതിന് മുമ്പേ അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഈ സഹാബിയെ കഥ പറയട്ടെ. അന്ന് മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം മാറിപ്പോയി. നബിയെ, ദാരിദ്ര്യമാണ് നബിയെ. വീട്ടിൽ പോകുമ്പോ സലാം പറ. സ്വന്തം വീട്ടിൽ പോകുമ്പോ ഭാര്യയോടും ഉമ്മയോടും മക്കളോടും സലാം പറയണ മനുഷ്യന്മാരൊന്ന് കൈവക്കി. കൈവക്കട്ടെ. പറയണവര് 1 2 3 4 5 ബിദുൽ വൈശറൂന 20-ലധികം നിർത്ത്. നാട്ടിൽ ഓടി നടന്ന് സലാം പറയും. ഉസ്താദ് അസ്സലാമു അലൈക്കും ഫസല്ലിം അലാ ഹാലിക. നിന്റെ ഉമ്മയോട് വാപ്പയോട് സലാം പറയുക. ഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയതൻ തയ്യിബ ഫസല്ലിമു അലാ ഹാലികും. വാപ്പ പറയോ? എടാ, വാപ്പ കയറിപ്പോ വാപ്പ പറയണ മക്കളോട് അസ്സലാമു അലൈക്കും. അപ്പൊ ഭാര്യ, അല്ലാഹുവിന്റെ കരുണയും രക്ഷയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഭാര്യ തിരിച്ചു പറയണം വലൈക്കും അസ്സലാം. നിങ്ങൾക്കും ഇതൊന്നും ചെയ്യാൻ നമ്മ നശിപ്പിച്ചു, സാർവത നശിപ്പിച്ചു. നമ്മൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ചുരുട്ടി ഇസ്ലാമിനെ നമ്മൾ പോപ്പിയുടെ കൂടെ മാതിരി 3ആയിട്ടോ 4ആയിട്ടോ മടക്കി കച്ചത്തി വെച്ചു. നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കുക. സുന്നത്ത് ജമാഅത്തൊന്നും നമുക്കില്ല. ബറാത്തിന്റെ രാത്രിയില്ല, റജബിന്റെ രാത്രിയില്ല. എല്ലാം നമ്മൾ തള്ളി നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മൾ ഏതെങ്കിലും പെരുന്നാളിന് അന്ന് രാവിലെ ഏതെങ്കിലും പട്ടി പിടുത്തെടുത്ത് പോയി നമ്മൾ സുജൂദ് ചെയ്ത് എഴുന്നേറ്റിട്ട് വന്നു. നമുക്ക് അത്രയൊക്കെ മതി റമദാൻ. എന്നിട്ട് സലാം പറയണം. എന്നിട്ട് ഉടുത്തിരിക്കണ വസ്ത്രം ഊരി എടുക്കുന്നതിന് മുമ്പേ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് ചെയ്യാൻ പറഞ്ഞാൽ കബീർ മാക്കമി പോകും. ഇത് നിങ്ങൾ ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസ് ചെയ്യൂലേ? ചുമ്മാ വാക്ക് പറയാനല്ല. കൊല്ലത്തുനിന്ന് കണ്ണൂർ വരെ 450 കിലോമീറ്റർ താണ്ടി ഞാൻ വന്നത്. 450 കിലോമീറ്റർ താണ്ടി ഞാൻ വന്നത് ഇത് പറയാൻ വേണ്ടിയാണ്. നാളെ പോയാലും വാക്കവി ഓർക്കണം. അതുകൊണ്ടാണ് വാക്കവിയുടെ വാക്കുള്ളത്. ഞാൻ പാഴ്വാക്ക് പറയാറില്ല. അള്ളാഹു ഈ നാക്കുകൊണ്ട് നല്ലത് പറയാൻ തൗഫീക്ക് നൽകട്ടെ. പടച്ചറബേ സമയമല്ലോ പടച്ചവൻ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാമെന്ന് പൊട്ടിക്കരയുകയാ. എന്താ ഇബ്നു മസ്ഊദ്, നിങ്ങളുടെ 5 പെൺമക്കൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മൺമക്കൾ പട്ടിണിയിലാകുമെന്ന് ഓർത്തിട്ടാണോ കരയുക? ഇവിടെ കേക്ക്, ഇത് കേക്ക്. നമ്മുടെ മക്കളെന്ന വിഷയം കൂടി കേട്ടോ. പൊട്ടിക്കരയുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞു, ഞാൻ മരിച്ചാലും എന്റെ മക്കള് പട്ടിണിനാകില്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്താ ഉറപ്പെന്താണ്? എന്റെ ഹബീബായ മുത്തനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും പെണ്ണ് മഗ്‌രിബ് നമസ്കാരത്തെ സ്ഥിരമായി സൂറത്തുൽ വാഖിഅ ഓതിയാൽ ലം തുസിബുഹു ഫാഖ, മരണം വരെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് എന്റെ മുത്തന്നെ പഠിപ്പിച്ച അന്ന് മുതൽ മഗ്‌രിബ് നമസ്കാരത്തെ ശേഷം എന്റെ പെൺമക്കൾ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്. ഏത് വാപ്പയ്ക്കാണ് പറയാൻ കഴിയാ? പറയാൻ പറ്റുമോ? എന്റെ മക്കള് പെൺമക്കൾ പട്ടിണിയിലാവൂല. കാരണം അവര് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്. പഠിപ്പിക്കേ
പഠിപ്പിക്ക്. ബഹുമാനായ പാണക്കാട് എന്റെ പ്രിയപ്പെട്ട മടക്കരയിലെ പെങ്ങള്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയതാണ്, എത്ര താമസിച്ചാലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്ത് യാസീനോടാണ്, സൂറത്തുൽ വാഖിയോടാണ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഭക്ഷണം തന്നിട്ടേ ഇല്ല. ആരാണ് ഇത്? മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ. ആയിരക്കണക്കിന് ആളുകളെ കൊടപ്പനക്ക തറവാട്ടില് കാത്തു നിൽക്കുന്ന ഏറ്റവും തിരക്കുള്ള ഭർത്താവിന്റെ ഭാര്യ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് യാസീനും വാക്യമോദാട് ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ലെന്ന് ഇങ്ങനെ വളർത്തിയ ഉമ്മയുടെ മക്കളാണ്. നിനക്ക് പറ്റൂല, നിനക്ക് ഗൾഫിൽ പോയി 4 കാശായി, മക്കൾക്ക് ഓരത്ത് പറയാത്ത ബർമുടയിട്ട് കശത്തിൽ ഹമാനം കെട്ടിവെച്ച് ഈ മക്കളെ ഞങ്ങൾ വളർത്തി. എന്റെ ഉമ്മ മുനവല്ലി ശിഹാബ് ഞങ്ങൾ എഴുതുന്നുണ്ട് സത്യധാരയിൽ. ഞാൻ ബഹ്റൈനിലെ സത്യധാരയുടെ ലോഞ്ചിങ്ങിന് പ്രസംഗിക്കുമ്പോഴാണ് ഞാനത് വായിച്ചത്. ഞങ്ങൾ എഴുതുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ, ഞങ്ങളുടെ ഉമ്മ യാസീനും വാക്യോദാ ഞങ്ങളെ കടത്തുറക്കിയിട്ടില്ല. അതൊന്നും വെറുതെ വളർന്ന മൂശയല്ലാതെ അതൊക്കെ ഒരു ബൈത്തുൽ അദബാണ്. അദബ് പഠിപ്പിച്ച വീടാണ് ആ വീട്, അത് വെറും വീടല്ല. അള്ളാഹു നമ്മളവിടെ കൊളുത്തി കിടത്തട്ടെ. ആമീൻ മനുഷ്യന്മാരെ. അതുകൊണ്ട് അള്ളാഹിനോട് പറയുക, ഈ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ക്ലാസ് റൂമിലെ ധാരാളം ആളുകൾ ഗൾഫിൽ ആവേശത്തോടെ കേട്ടിരിക്കുക. ഇത് ഗൾഫുകാരോടാണ് ഞാൻ പറയണത്. അല്ലാഹു ഒരു പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. രണ്ടാമത്തേത് ജന്നാത്തുൽ ഫിർദൗസിൽ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ യോഗ്യതയേടാ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 20 ദഖീഖ ബസ് ഖത്തം ഇൻഷാ അല്ലാഹ്. 20 ദഖീഖ മാഫി മുഷ്കിൽ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ഹത്താ മത്ലഇൽ ഫജ്ർ. സുബഹി വരെ പ്രസംഗിച്ച ഈജിപ്ഷ്യ സുഹൃത്ത്. അൽഹംദുലില്ലാഹ്. അയ്യദകല്ലാഹു ബിറൂഹിൽ ഖുദ്സ്. അയ്യദകല്ലാഹ്. 2 കേൾക്കണേ. വഅമിലുസ് സാലിഹാത്ത്. എന്ത് ചെയ്യുക? സൽക്കർമ്മം ചെയ്യുക. ഹംസ ചെയ്ത സൽക്കർമ്മം ജന്നാത്തുൽ ഫിർദൗസിന് അല്ലാഹു കാരണമാക്കട്ടെ. ആമീൻ പറ. ഹംസയെ പോലെ പള്ളി വെച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ മിസ്കീന്മാര്. ഞാനാണ് ഒരു പള്ളിയിലെ ഇമാം. പള്ളിയിലെ ഇമാമിന് എന്ത് കിട്ടാൻ? 1800 രൂപ. എനിക്കാ വാതിന് 50,000 ഒക്കെ കിട്ടുമെന്നൊക്കെ ആളുകൾ വെറുതെ പറയണം. പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി മൂത്രപ്പരയിലും പോകും, പ്രസിഡന്റ് വെറുതെ ആളുകള് ഒരുമാതിരി ആളുകളുണ്ട്. അവർക്ക് വേറെ ഒരു ജോലിയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കബീർ വാക്കവിനും ഉഷാദ് വാക്കയും വകത് കേട്ടിട്ട് കുറെ ആളുകൾ കള്ളുകുടി നിർത്തിയിട്ടുണ്ട്. എത്ര ആളുകൾ കള്ളുകുടി നിർത്തിയവർ, ചീട്ടുകളി നിർത്തിയവർ. ഞാൻ കുവൈത്തിൽ വാതിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരനാണ്, ഉസ്താദെ ഒന്നും സംസാരിക്കാൻ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ അവനെ വരാൻ പറ. അവന് പേടി. എൻ്റെ മുമ്പ് ഇങ്ങനെ വിളിക്കാറുണ്ട്. ഉസ്താദെ 32 വർഷമായി ഗൾഫിൽ വന്നിട്ട് കിട്ടിയതെല്ലാം കുടിച്ചു തീർച്ചു. ഉസ്താദ് എൻ്റെ വാത് കേട്ടിട്ട് ഞാൻ കുടി നിർത്തി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. പോരെ. എന്നിട്ടും ഇതിനെ തകർക്കാൻ ചില ആളുകൾ ഇപ്പോഴുണ്ട്. അവർ ഒരാൾക്ക് 50,000 ഫീസ്, 1,00,000 ഫീസ്, കാണാൻ വലിയ പാടാ. തിരക്ക് കൂടുമ്പോൾ ഒരാളെ കാണാൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. ഇതൊക്കെ പറഞ്ഞാലും വാതിനെ വിളിക്കുമ്പോഴുള്ള സ്നേഹം പോകാൻ നേരത്ത് നിക്കാഹ് നടത്തി കൊടുക്കാൻ കാളിയാരെ അങ്ങോട്ട് ബെൻസി കൊണ്ടുപോകും. നിക്കാഹ് കഴിഞ്ഞാൽ കാളിയാരെ പിന്നെ കപ്പലണ്ടി മേടിച്ച് തിന്നിട്ട് ഇങ്ങോട്ടാണ്. അങ്ങോട്ട് ബെൻസ് ഉണ്ടാവും, ഇങ്ങോട്ട് എന്തുണ്ടാവൂല. യുഎഇയിൽ എന്നെ വന്നിട്ട് അമ്മ കെട്ടിപ്പിടിച്ചിട്ട് വേണം, ഉസ്താദെ എൻ്റെ നാട്ടുകാരും കൂടെ ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കും, അവിടെ വന്നു കണ്ടു. ബാക്കി അല്ലാഹു അക്ബർ. ഞാനൊന്നും മനസ്സിൽ വെക്കണത് എല്ലാം ഓപ്പണാണ്. എൻ്റെ കാര്യം എനിക്കൊരു ജാടയും ഇല്ല. എല്ലാം ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്. ആരുടെ മുന്നിൽ എന്നെ നിങ്ങൾ ഈ കാണുന്ന വേഷത്തിൽ തന്നെ എൻ്റെ നാട്ടിൽ വന്ന ഒരു കൈരുമുണ്ട് കൊടുത്ത് ഒരു കൊച്ചു ഷർട്ട് ഇട്ടിട്ട് ചിലപ്പോൾ ഞാൻ അവിടെ വയലിലുണ്ടാവും, ചിലപ്പോൾ അവിടെ അതിൻ്റെ പറമ്പിലുണ്ടാവും. ഒരു ദിവസം എൻ്റെ വാതിന് ബുക്ക് ചെയ്യാൻ എൻ്റെ വീട്ടിൽ ഒരാൾ പോകും. രാവിലെ സുബഹിക്ക് 7 മണി കഴിഞ്ഞോളൂ. വീട് പണി നടക്കുക. ഒരു ചാക്ക് സിമന്റ് തലയിൽ വെച്ചിട്ട് ഞാനിങ്ങോട്ട് വരിക. വണ്ടി വെച്ചിട്ട് വെച്ചാൽ കബീർ വാക്കവിയുടെ വീട് ഏതാണ്.
ഞാൻ പറഞ്ഞത് ആ കാണിട എൻ്റെ തലയിൽ സിമെന്റ് ആക്കുക. ഈ അടുത്തൊരു 5-6 മാസമായിട്ട് അവര് വീടിന് മുമ്പിൽ പോയപ്പോ ഞാൻ സിമെന്റും കൊണ്ട് ബൈക്കിൽ കൂടെ പോയി കുളിച്ച് റെഡിയായി ഇപ്പൊ ഇട്ട് വന്നു. ഈ നസ്രാം ഒരു ഡേറ്റും കൊടുത്തു വിട്ടു. അവർ ഇന്നേ വരെ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ അറിഞ്ഞില്ല. ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് തളരുന്ന ആളുമല്ല. അനക്കമറ്റു മദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അഹമ്മദ് ഷാരിയാത്തിയുടെ കുത്തുബഖാനയുടെ താഴെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ 2 കവിത എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷാ. ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്തുമുണ്ട്. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. എന്നെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടത്തുന്നതിന് മുമ്പ് എനിക്ക് സഞ്ചരിക്കാൻ കുറെ ദൂരമുണ്ട്. വഴിയിൽ നിന്ന് കുരയ്ക്കട നായ്ക്കട നേരെ തിരിഞ്ഞു നിന്നാൽ എനിക്കെന്റെ ലക്ഷ്യത്തിലെത്താൻ. വഴിയിൽ നിന്ന് കുരയ്ക്കുന്നവരുടെ നേരെ നമ്മൾ തിരിഞ്ഞു നിന്നാൽ നമ്മുടെ ലക്ഷ്യമെത്തൂല. അള്ളാഹു നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കട്ടെ. KL 60B 3894 സ്വിഫ്റ്റ് കാർ ഒന്ന് പെട്ടെന്ന് മാറ്റി. അപകടം നടന്ന വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. KL 60 KL 60B 3894 സ്വിഫ്റ്റ് കാർ ആരാണെങ്കിലും പെട്ടെന്നൊന്ന് മാറ്റി കൊടുത്തു. വളരെ ഒരു അപകടം നടന്ന വീട്ടിലേക്ക് പോകാൻ വേണ്ടി. ശരി, നമുക്ക് പെട്ടെന്ന് വരിക കൊടുത്തു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ അമ്പയെ പോലെയോ അല്ലെങ്കിൽ വേറൊരാളെ പോലെയോ സദഖ ചെയ്യാൻ നമ്മുടെ കഴിഞ്ഞില്ല. നമ്മുടെ കയ്യിൽ ഇത്തിരിയേ ഉള്ളൂ. എന്നാലോ നീ ചെയ്യുന്നതെല്ലാം സൽക്രമമാവുക. അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ, സ്വർഗത്തിൽ പോകാൻ എനിക്കൊരു സൽക്കർമ്മം പറഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അബൂദറേ, നിനക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കണോ, സ്വർഗത്തിൽ നിനക്ക് പോകണോ? ഇദാ തബഖതും മിർഖതൻ ഫാകിഫിറുമാ, നിനക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മമേടെന്നറിയോ? ഇദാ തബഖതും മിർഖതൻ, നിങ്ങളുടെ വീട്ടിൽ നീ കറി ഉണ്ടാക്കിയാൽ ഫാകിഫിറുമാ, ആ കറിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴുക്ക്. എന്നിട്ട് അയൽപക്കക്കാരെ മുഴുവനും വിളിച്ച് അത് നീ അവർക്ക് പകർന്നു കൊടുക്ക്. നീ സ്വർഗത്തിലെത്തുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് കറിയിൽ വെള്ളം ഒഴിച്ചാൽ എല്ലാവർക്കും കറി വെച്ചു കൊടുക്കാൻ നിന്റെ ഇല്ല. കറിയിൽ വെള്ളം ഒഴിച്ചാൽ ഇത്തിരി രുചി നിനക്ക് കുറയും. എന്നാലും വെള്ളം ഒഴിച്ചിട്ട് പാവപ്പെട്ടവനെ കൊണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമാകണം, ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അവസാനത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചെയ്യുന്നത് നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചെയ്യാവൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ കൂടപ്പിറപ്പ് പോലെ ഞാൻ അടുത്ത എന്റെ സഹോദരൻ ഹംസ ചെയ്തതൊരു സൽക്കർമ്മമാണ്. ആ സഹോദരൻ എന്റെ സമ്പത്ത് കൊണ്ടൊരു പള്ളി വെക്കാൻ തീരുമാനിച്ചു. അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ, അർഹമായ പ്രതിഫലം. എന്റെ സഹോദരങ്ങളെ, കാസർഗോഡ് മുതൽ പെരിന്തൽമണ്ണ വരെ, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ തന്റെ തലയിൽ കിടന്ന തലപ്പാവടിച്ചിട്ട് ആ തലപ്പാവ് പള്ളിയുടെ മുമ്പിൽ പോയി വിരിച്ച് അതിൽ വീണ നാണയത്തൊട്ടുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് മദ്രസ ഉണ്ടാക്കി കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആരാ മനുഷ്യൻ? കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ തന്റെ തലയുടെ ഐശ്വര്യമായ തലപ്പാവടിച്ച് പള്ളിമുറ്റത്ത് വിരിച്ചിട്ട് അതിൽ വീണ നാണയത്തൊട്ടുകൊണ്ട് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. അത് മറ്റാരുമല്ല, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ മഹാനായ ബാഫഖി തങ്ങൾ മരിച്ചപ്പോ RSSന്റെ മുഖപത്രമായ കേസരി എഴുതിയത് എന്തെന്നറിയോ? വിശ്വവിശുദ്ധ വ്യക്തിത്വത്തിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി അവസാനിച്ചു. RSSന്റെ മുഖപത്രമാണ് കേസരി. കേസരി എഴുതി ബാഫഖി തങ്ങൾ മരിച്ചപ്പോ വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി അവസാനിച്ചു. സഹോദരങ്ങളെ, ബാഫഖി തങ്ങൾ കിടക്കുന്നുണ്ട് എവിടെയാ? സമസ്തയുടെ മദ്രസയിൽ. രാവിലെ 10 ലക്ഷം കുട്ടികൾ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മദ്രസ 10 ലക്ഷം കുട്ടികൾ 3 സലാത്ത് ചൊല്ലുമ്പോ 30 ലക്ഷം സലാത്ത് ഒരു ദിവസം വീട്ടുവാങ്ങി കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാനുൽ ബാഫഖി.
ഞാൻ നീ ജീവിച്ചിരുന്നിട്ട് കാര്യം? ആ മനുഷ്യൻ ജീവിച്ചത് ഈ സൽക്കർമ്മത്തിന് വേണ്ടിയാണ്. 30 ലക്ഷം സലാത്താണ്. എവിടെയാ കിടക്കണത്? എവിടെയാ കിടക്കുന്നത്? എവിടെയാ? മങ്കൂസ് മൗലൂദ് ഓതിയിട്ട് ഇവിടെ നിന്ന് ഹജ്ജിന് പോയതാണ്. കഅബാലയത്തിന്റെ മത്താഫിൽ ചെന്ന് വിട പറഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാൽപാദത്തിന്റെ അടിയിൽ ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. 30 ലക്ഷം സലാത്ത് ഒരു ദിവസം ആ ഖബറിലേക്ക് എത്തുന്നുണ്ട്. ഞാനും നീ ജീവിച്ച് മരിച്ചിട്ടെന്ന് കിട്ടാനാ? ഹംസയുടെ ഈ പരിശ്രമം പാടാവരുത്. നാളെ ജീവിച്ചിരിക്കുമ്പോഴല്ല ഹംസ നിനക്ക് പേര് കിട്ടേണ്ടത്. നാളെ മരിച്ചു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഖബറിലേക്ക് പോകുമ്പോ ദുനിയാക്കെ മുസാഫിർ മനസിൽ തരി ഖബർ ഹേ ദുനിയാ में कैसे रहना लाखों करोड़ आए बाकी रहा न कोई मिट्टी से सो रही है. ദുനിയാവിലെ വഴി യാത്രക്കാരാ, നീ പോവുകയാണ് 4 പേരുടെ തോളിലേറി. दुनिया में रहते हैं कपड़े बदल बदल कर, दुनिया में जाते हैं कांधे बदल बदल कर. ഒരു തന്റെ ചുമലിൽ നിന്ന് മറ്റൊരു തന്റെ ചുമലിലേക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നാം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകും. ഇന്ന് കണ്ണൂര് വാത് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് ഇന്ന് തിരിക്കുകയാണ്. എന്റെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് 8 വയസ്സുകാരനും 5 വയസ്സുകാരനും. ഞാൻ കണ്ടു കൊതി തീരാത്ത എന്റെ 1 വയസ്സ് തന്നെ എന്റെ പൊന്നുമോളും. യഥാർത്ഥത്തിൽ ഞാൻ ജൂണിൽ വാത് നിർത്തിയതാണ്. എന്തിനെന്നറിയോ? 1 വർഷം നിരന്തരമായ വാത്. മോൾക്ക് 1 വയസ്സായി. അവൾ ഉപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. അവള് ചിരിക്കാൻ തുടങ്ങി. കാത്ത് 2 ആൺമക്കൾക്ക് കേശം കിട്ടിയ പൊന്നുമോള് ഇനി 27-ാം തീയതി ദുബൈയിലാണ്. റമദാൻ മുഴുവൻ UAE-യിൽ 10 ദിവസം മക്കളുടെ കൂടെ ഇരിക്കണം. സ്കൂള് തുറക്കുമ്പോ ആ ആഗ്രഹത്തോടെ ഈ 10 ദിവസം ചെറിയ ചെറിയ പരിപാടികളുമായി വീട്ടിലുണ്ട്. ഹംസയുടെ സമ്മർദ്ദം കൊണ്ട് വന്നതാണ്. ഇന്നലെ ഞാൻ കോയമ്പത്തൂര്, ഇന്നിവിടെ. എന്റെ മനസ്സിപ്പോഴും വീട്ടിലാണ്. വകല് കഴിയണം. ഹംസ പറഞ്ഞു, ഉസ്താദേ വീട്ടിൽ കയറണില്ല, നേരെ പോവുകയാ. സുബഹിക്ക് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്റെ പൊന്നുമക്കൾ മിഠായിയും കാത്ത്. സഹോദരങ്ങളെ, ആർക്കറിയാം കബീർ നാളെ കൊല്ലം ജില്ലയില് അവന്റെ വീട്ടിന്റെ മുമ്പിൽ ജീവനോടെ എത്തുമോ? അതല്ല ഇവന്റെ മയ്യത്താകുമോ വീടിന്റെ മുമ്പിൽ എത്തുക? എന്റെ പൊന്നുമക്കൾ എന്നെ കാത്തിരിക്കുമ്പോ അവരുടെ മുമ്പിൽ മയ്യത്തായി വാപ്പ ചെല്ലുമ്പോ എന്റെ മക്കൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഉപ്പാ കണ്ണു തുറക്കുപ്പാ. ഈ ഉപ്പാക്ക് അവരോട് പറയണമെന്നുണ്ട്, മക്കള് നിങ്ങൾ വിഷമിക്കണ്ട, വാപ്പക്ക് ഇനിയല്ലേ സ്വർഗമുള്ളത്, ഇനിയല്ലേ. മിനൽ മുഖറബീൻ ഫറൂഹും വറൈഹാനും വജന്നത്തുൻ നഈം. ഇനിയാണ് വാപ്പാക്ക് അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. വാപ്പാക്കിനിയാണ് റൈഹാനുള്ളതുണ്ട്. എന്റെ മക്കളോട് എനിക്ക് പറയണമെന്നുണ്ട്. 3 മണിക്കൂർ വാതാരമായി ഇന്നലെ പറഞ്ഞ ബാക്കവയുടെ തൊണ്ടയിൽ വെള്ളം വറ്റിപ്പോയല്ലോ. അവന് മിണ്ടാൻ കഴിയുന്നില്ലല്ലോ. അവനിത് 6 അടി മണ്ണിലേക്ക് പോവുകയാണ്. അവൻ പള്ളിക്കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പൊന്നുമോനെ, 6 അടി മണ്ണിലേക്ക് നിന്നെ ഇറക്കുകയാണ്. മുകളിലും മണ്ണ്, താഴെയും മണ്ണ്, ഇടത്തും മണ്ണ്, വലത്തും മണ്ണ്. എന്റെ ഭാര്യ എന്റെ കൂടെയില്ല, എന്റെ മക്കൾ എന്റെ കൂടെയില്ല. പെങ്ങളെ, നീ ഒറ്റക്കാണ്, നീ ഒറ്റക്കാണ്, നീ ഒറ്റക്കാണ്. അവിടെ നിന്റെ ശരീരമുണ്ടല്ലോ ദുർഗന്ധമാല, കബറ് മുഴുവൻ നാറും. നിനക്കുള്ള മാംസം മെല്ലെ